അതിസുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാട്ടാറ്. ആ തീരത്ത് കുറെ പാണ്ടികൾ അതാ നിൽക്കുന്നു. ഞങ്ങൾ 4 പേർ പാലരുവിയിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ അശ്വദേവ്. എന്തേലും പറയലിയ? നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? അടുത്തതായി ജിം മാസ്റ്റർ അജീഷ്. ഫോക്കസ്, കം ഓൺ. അടുത്തതായി ശ്രീചന്ദ്. ഇവർക്കെല്ലാം വേണ്ടി ക്യാമറമാൻ ഗണേഷ്. ഞങ്ങളുടെ യാത്ര തുടരുന്നു, സഞ്ചാരം തുടരുകയാണ്. ബാപ്പുവ പൂമ്പാപ്പു അതും കാണും ഇതിൻ്റെ അത്. അല്ലെ എല്ലാം എടുത്തോണ്ടോ? ബാ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. കാട് വളരെ ഭയാനകമാണ്. ഭയങ്കരമായ കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട അരുവിയാറ്, നിറയെ കുന്നുകൂടി കിടക്കുന്ന പാറകൾ, പാറകളുടെ ഇടയിലൂടെ ചിൽച്ചില്ലെന്ന സൗണ്ടോടെ ഒഴുകുന്ന കാട്ടാറ്. ഇതാ ജട്ടിയുടെ മേളിലൂടെ പാൻറ് കയറ്റുന്ന നമ്മുടെ ജിം മാസ്റ്റർ അജീഷ്. സിബിടാൻ പോകുന്നു. നമുക്ക് ആ സീൻ എടുക്കാം. ആ സിബ് ഇട്ട് കഴിഞ്ഞു. പറയുന്നോണ്ടെന്ന് തോന്നരുത്, ഞാനൊരു സംഭവം ഇവിടെ കിടുക. ഞാൻ മാത്രമോ, എനിക്ക് മാത്രമേ അറിയൂ. നീ സംഭവമാണോ അളിയാ? പറയളിയാ. അയ്യേ അയ്യേ അല്ല, അത് നീന്താൻ കിടുക. നമുക്ക് നീന്താൻ അത്ര വശമില്ല. ജിം മാത്രമേ ഉള്ളില്ലേ? ഇതാ എലുമ്പനായ അശ്വദേവ് മുടിയൊക്കെ അടിച്ച് അതിന്റെ മുടിയെല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ്. പാതി മുടിയും വെള്ളത്തിൽ ഒഴുകിപ്പോയി. പാണ്ടികൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ ജട്ടിയൊക്കെ അടിച്ചു വാരി ഇട്ട് അടിച്ച് പാണ്ടാറടങ്ങി കിടക്കുന്നു. ക്യാമറ നേരെ ബോഡിയിലേക്ക് തിരിയുന്നു. കട്ട ജിമ്മ്. ഭയങ്കരമായ ഒരു സംഭവമായിരുന്നു ഇന്നിവിടെ കാഴ്ചവെച്ചത്. അതിൽ ഞാനും അശ്വദേവും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മലമുകളിലോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഒന്നുമില്ല. പോട്ട് നില്ല ആയില്ല. നമ്മൾ അങ്ങോട്ട് പോവാ. ഒത്തിരി ഉണ്ട് ഇത്. വാ വാ വാ. ഇതെല്ലാം എടുക്കാൻ സ്പേസ് ഉണ്ടോ? സ്പേസ് 1 GB. അതിനകത്ത് ഒന്നുമില്ല. കുറെ കാട്ടറബികൾ വാഴുന്ന ഈ സ്ഥലത്ത് കുറെ കാട്ടറബികൾ പോകുന്നു. ക്യാമറ എങ്ങോട്ട് തിരിക്കൂ. ഫോക്കസ്. നടന്നോ? ബാ എല്ലായിടത്തും. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അമ്മൂമ്മയ്ക്കും നിങ്ങളുടെ കുഞ്ഞമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഇത് അശ്വതനെന്തോ ശ്രീചന്ദ്രനെന്തോ പറയണമെന്നത്. ഒന്നുകൂടി പറയുന്നു. മനസ്സിൽ നിന്നും ഉൾപ്പെരിച്ചെടുത്ത